വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കുവാൻ റവന്യൂ വകുപ്പ്. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട കൊട്ടക്കാമ്പൂരിലും വട്ടവടയിലും സർവേ നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ LA ടീമിനെ ഉപയോഗിക്കാനുള്ള ഉത്തരവ് കളക്ടർ പുറത്തിറക്കും. നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നമ്മളിപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കളക്ടറുടെ ഭൂമിയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായി റവന്യൂ ഭൂമി ഫോറസ്റ്റിലേക്ക് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കേസാണ് നീലക്കുറിഞ്ഞിയിൽ ഉണ്ടായത്. 2020 പിന്നെ അവിടെ ഉണ്ടായിരുന്ന 2008 അവിടെ ഉണ്ടായിരുന്ന ക്ലെയിമുകൾ വെച്ചുകൊണ്ട് ആളുകൾ വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഭൂമി സെറ്റിൽ ചെയ്ത് കൊടുത്ത് ബാക്കി ഭൂമിയായിരിക്കും നമുക്ക് ഫോറസ്റ്റിന് വേണ്ടി കൈമാറുന്നതിൽ ഔപചാരികമായ തീരുമാനമെടുക്കുക. ദീർഘകാലമായിട്ടുള്ള പ്രശ്നമാണിപ്പോൾ അവിടെ നടന്നിട്ടുള്ളത്. അപ്പം അവിടെ 2 വില്ലേജുകളാണ് ഈ നീലക്കുറിഞ്ഞി പ്രദേശത്ത് ഉൾപ്പെടുന്നത്, വട്ടവടയും കൊട്ടക്കാമ്പൂരും. വട്ടവടയും കൊട്ടക്കാമ്പൂരും ഈ വരുന്ന ആഴ്ച കമ്മിങ് വീക്ക് നമ്മൾ സർവേ നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇവിടെ എടുക്കുകയുണ്ടായി. അതനുസരിച്ച് ജില്ലാ DDയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ആഴ്ച തന്നെ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ തയ്യാറാക്കി വരുന്ന ആഴ്ച വട്ടവടയിലും കൊട്ടക്കാമ്പൂരിലുമുള്ള സർവേ നടപടികൾ ഔപചാരികമായിട്ട് ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ആദ്യം ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്തും അത് ചെയ്തു കഴിഞ്ഞ് തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോകും. ഇവിടുത്തെ നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ LA ടീമിനെ ഇക്കാര്യങ്ങൾക്ക് കുറഞ്ഞ കാലത്തേക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രൊസീഡിങ്സ് ഈ ആഴ്ച തന്നെ കളക്ടർ പുറത്തിറക്കും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തസ്തികകളിൽ ഇനിയും ജോയിൻ ചെയ്യാനുള്ള ആളുകളെ ലാൻഡ് റവന്യൂ കമ്മീഷണർ നിശ്ചയിക്കുകയും ചെയ്യും. ഡിജിറ്റൽ സർവേ ടീം അവിടെ സർവേ നടത്തുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പ് ഓഫീസും വാഹനവും ഉണ്ടാകും. അത് ഈ പട്ടയ സ്പെഷ്യൽ ടീമിന് കൂടി വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് അവസരമുണ്ടാകണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.